الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. ഏറ്റവും ആദരവും പ്രിയവുമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് മുത്തഖീകളായി മരിക്കുവാൻ ആവശ്യമായ സൂക്ഷ്മതാബോധം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാണിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബാദികളായ മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ചുറ്റുപാടിലുള്ള ജീവിതത്തിലെ പല സംഭവങ്ങൾ കാണുമ്പോൾ പലരും സഹതപിക്കാറുണ്ട്. ശക്തമായ മഴയും അതിനോട് അനുബന്ധിച്ചുള്ള കാലവർഷത്തിൻ്റെതായ ചില പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഇന്നലെ വൈകുന്നേരം കണ്ട ഒരാൾ ഇന്ന് രാവിലെ മരിച്ചു എന്ന വിവരം അറിയുമ്പോൾ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല എന്ന് നമ്മൾ വിധി എഴുതിയപ്പോൾ പോലും വലിയ പ്രയാസങ്ങൾ നേരിട്ട് ജീവിക്കാൻ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ട് ആത്മഹത്യ ചെയ്യുന്നവരെ, ഒരു പ്രയാസവുമില്ലാതെ എഴുന്നേറ്റ് നടത്തിയിരുന്നവർ 4 ദിവസം കഴിഞ്ഞ് കാണുമ്പോൾ ആ മനുഷ്യനാണോ ഇയാൾ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ രോഗത്തിന്റെ പിടിയിൽ അമരുമ്പോൾ, ഇങ്ങനെ ജീവിതത്തിന്റെ തിക്തമായ ചില യാഥാർത്ഥ്യങ്ങൾ കണ്ടുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്,
വല്ലാത്തൊരു പരീക്ഷണം തന്നെയെന്നും. എന്നാൽ ക്ഷമ ഉപദേശിക്കുന്നവരിൽ പോലും സ്വന്തം ജീവിതത്തിൽ അത്തരം ഒരു ഘട്ടം വന്നാൽ പതറിപ്പോകുന്ന, ഉഴറിപ്പോകുന്ന, പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും. അവിടെയൊക്കെ നാം തിരുത്തേണ്ടുന്ന, മാറ്റേണ്ടുന്ന, ഭേദഗതി വരുത്തേണ്ടുന്ന, അരക്ക് വെച്ച് ഉറപ്പിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ജീവിതത്തോടുള്ള ചില കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വേണം. എന്നും ആനന്ദവും ആശ്വാസവും സന്തോഷവും സംതൃപ്തിയും സന്തുഷ്ടിയും ഉണ്ടാകുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം എന്നുള്ളത് തിരിച്ചറിയണം. ഒരു കാലഘട്ടത്തിൽ മാസികകളിൽ വായിച്ചിരുന്ന കഥകളെയാണ് മനുഷ്യൻ ജീവിതത്തിന്റെ മാനദണ്ഡമാക്കിയിരുന്നത് എങ്കിൽ പിന്നീട് അത് തിരശ്ശീലയിൽ കാണുന്ന സീരിയലും സിനിമയും ഒക്കെയായി മാറി. ഇന്നത് കേവലം 19 സെക്കൻഡ് കൊണ്ട് അവസാനിപ്പിക്കുന്ന റീൽസുകളായി മാറി. വലിയ വലിയ നോവലുകളൊക്കെ ചെറിയ ചെറിയ കണ്ടൻസുകളായി മാറിയപ്പോൾ ചെറിയ ചെറിയ കണ്ടൻസുകളൊക്കെ വലിയ വലിയ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ചുട്ടുപൊള്ളുന്ന മേച്ചിൽപ്പുറങ്ങളെ നമുക്ക് തൊട്ടുണർത്തി കാണിച്ചു തരികയാണ്. അവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ചിലപ്പോൾ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അതിനാണ് ഓമന പേരിട്ട് വിളിക്കുക BP എന്ന്, ബ്ലഡ് പ്രഷർ. സമ്മർദ്ദം രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അത് ഏറിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. പ്രതിസന്ധി ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അത് ചിലരെ മാത്രം ബാധിക്കുന്ന കാര്യമായി നാം വിലയിരുത്തേണ്ടതും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്ത് തുടങ്ങുന്നത് തന്നെ 2-ാമത്തെ ആയത്തിലൂടെ അത് മനുഷ്യരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. അഫഹസിബൻ നാസു, മനുഷ്യന്മാർ കരുതുകയാണോ, വിചാരിക്കുകയാണോ, ഐ യുതറക്കു, അവരെ ഉപേക്ഷിച്ച് കളയും എന്നുള്ളത്. ഐ യഖൂലു ആമന്ന, ഞങ്ങൾ മുഅ്മിനായി, ഈമാനുള്ളവരാണ്, മുസ്ലിമാണ്, ഞങ്ങളൊക്കെ മുഅ്മിനുകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പരീക്ഷ ഉണ്ടാവില്ല, പ്രയാസങ്ങൾ ഉണ്ടാവില്ല, പ്രതിസന്ധികൾ ഉണ്ടാവില്ല, ഞങ്ങളൊന്നും സുഖത്തിൽ കൂടി അങ്ങനെ ജീവിച്ച് നാളെ സ്വർഗത്തിലും സുഖം അനുഭവിക്കാനുള്ള ആൾക്കാർ മാത്രം എന്നൊരു ധാരണ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നാണല്ലോ ചോദിക്കുന്നത്. അത് തിരിച്ചറിയേണ്ടത് കടം കയറി കയറിൽ കെട്ടിത്തൂകുന്ന ആളുകളെ കാണുമ്പോഴല്ല. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനം തടസ്സപ്പെട്ട് ഭാര്യയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ഭർത്താവും, ഭർത്താവിൽ നിന്ന് ജീവനാംശം കിട്ടാൻ വേണ്ടി ഭാര്യയും കൊടുത്ത കേസുകളുടെ ഫയലുകൾ കുടുംബ കോടതിയിൽ കെട്ടുകളായി കിടക്കുന്നുണ്ടാവും. അവയിൽ 1 or 2 മാത്രമായിരിക്കും നാമമാത്രമായി വർഷങ്ങൾ കഴിഞ്ഞാൽ വിധി എഴുതപ്പെടുന്നത്. ആ കോടതി വരാതിയിൽ കൂടി നടക്കുമ്പോൾ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന സെക്കൻഡുകളെ പറ്റി ആലോചിക്കുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന പ്രയാസങ്ങളില്ലാത്ത, വക്കീൽ വിളിക്കാത്ത, ജഡ്ജി വിളിക്കാത്ത, കാത്തു നിൽക്കാത്ത, കള്ളനും തെമ്മാടിയും പോക്കിരിയും താന്തോന്നിയുമായ ആളുകളുടെ ഇടയിൽ പോയി നിൽക്കേണ്ടാത്തൊരു സുന്ദരമായ ജീവിതം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരു ചാൻ വയറ് നിറക്കാൻ വേണ്ടി ജീവിതാന്ത്യം വരെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവാം. അതൊന്നും അനുഭവിക്കാത്ത ആളുകളും ഉണ്ടാകാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രയാസങ്ങൾ, പരീക്ഷണങ്ങളായി കടന്നു വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് ജീവിതം ഈ നിമ്നോന്നതമായ കുഴിയും ഉയർച്ചയുമുള്ള, താഴ്ചയുള്ള, ഉയരമുള്ള, വേലിയേറ്റമുള്ള അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ പലതും നമ്മൾ കാണുമ്പോൾ ചിലതൊക്കെ സ്ക്രോൾ ചെയ്ത് ഒഴിവാക്കുമ്പോൾ ചിലതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ പിടിച്ചു വെക്കും. ചിലതിലൊക്കെ നമ്മുടെ കൈയഴഞ്ഞു പോകും, നമ്മുടെ മനസ്സ് പതറിപ്പോകും. എന്തുകൊണ്ടാ? മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യത്വം ഉള്ളത് കൊണ്ട്, ആ മനുഷ്യത്വവും മനസ്സലിവും ഉള്ളത് കൊണ്ട് മാത്രമല്ല അത് എന്നുള്ളത് തിരിച്ചറിയണം. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എൻ്റെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ആ സ്ഥാനത്ത് എൻ്റെ കുഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ നില എന്തായിരിക്കും? അവിടം കരയുന്ന കണ്ണീരുകൾ എൻ്റെ ഭാര്യയുടേതായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും?
അത് ചിന്തിക്കുമ്പോഴാണ് ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ നടന്നു ചെല്ലുന്നത്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ റബ്ബിന് പൊരുത്തമില്ലാത്ത വാക്കുകളോ പൊരുത്തമില്ലാത്ത പ്രവൃത്തികളോ ഒരു വിശ്വാസിയുടെ നാവിൽ നിന്നോ വാക്കിൽ നിന്നോ ഉണ്ടാകാൻ പാടില്ല. അത് മറ്റൊരാൾക്ക് സംഭവിച്ചാലും അവനവന് വ്യക്തിപരമായി സംഭവിച്ചാലും കുടുംബപരമായി സംഭവിച്ചാൽ പോലും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന്റെ പൊരുൾ ഉള്ളത്. അംറൻ ലി അജബൽ മുഅ്മിൻ, ഒരു മുഅ്മിന്റെ കാര്യം മഹാ അത്ഭുതമാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത്ര അത്ഭുതമുള്ള ഒരു അത്ഭുത ജീവി. നമ്മൾ പല അത്ഭുതങ്ങളും കാണാൻ വേണ്ടി പോകാറുണ്ട്. പക്ഷെ അവനവൻ എന്ന് മനസ്സിലാക്കണം. ഇത്രത്തോളം അത്ഭുതം നിറഞ്ഞത് കേവലം അതിൻ്റെ വാക്കുകളുടെ അർത്ഥം മാത്രം വിലക്കൂട്ടിയാൽ അത്ഭുത ജീവിയാണ്. അതിലെ വലിയൊരു അത്ഭുതമാണ് ഒരു മുസ്ലിമായി എന്നുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഞാനും നിങ്ങളൊക്കെ നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. അവരിൽ എത്ര ആളുണ്ട് ഇപ്പം ഒന്ന് ജീവിച്ചിരിക്കുന്നവർ? ധാർമ്മിക നിഷ്ഠയുള്ള ആളുകൾ, സാമ്പത്തികമായ നിലവാരമുള്ള ആളുകൾ, കുടുംബ പശ്ചാത്തലങ്ങൾ തകരാതെ നിൽക്കുന്ന ആളുകൾ, കട്ടും കവർന്നും ചതിച്ചും വഞ്ചിച്ചും കാശ് സമ്പാദിക്കാത്ത ആളുകൾ, പടച്ചോനെ പേടിയുള്ള ആൾക്കാർ. ഞാനതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒറ്റ കാരണം എൻ്റെ ഈ ഇടതുഭാഗത്തും വലതുഭാഗത്തുള്ള എൻ്റെ യൂണിഫോമിൽ മുസ്ലിം എന്ന സ്റ്റാർ വെച്ചതുകൊണ്ടാണ്. അതാണ് നമ്മുടെ ഡെസിഗ്നേഷൻ. അതിൻ്റെ പവിത്രത കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വീണ്ടും വന്ന് പറയാം, ഒരു സ്റ്റാർ കൂടി വെച്ചു, അത് മുഅ്മിനായിട്ടാണ്. വീണ്ടും സ്റ്റാർ വെച്ചു, മുത്തഖിയായിട്ടാണ്. അവിടെ സ്റ്റാറിന് തികയാത്തോണ്ട് നെഞ്ചത്തും മാറത്ത് ഇടത് ഭാഗത്ത് വീണ്ടും വെച്ചു, മുഖ്ലിസും ഒക്കെ ആക്കിയിട്ടു. അതുകൊണ്ട് ആ അത്ഭുത ജീവിക്ക് ഏത് പ്രതിസന്ധി വന്നാലും തെങ്ങ് പോലെയാണ് മനുഷ്യൻ. ഏത് പ്രതിസന്ധി വന്നാലും തളരില്ല. ഒന്ന് ആടിയാൽ പോലും ഉലഞ്ഞാൽ പോലും തല നിരത്ത് തൊട്ടുമെന്ന് ഭയപ്പെട്ടാൽ, മറ്റുള്ളവർ ഭയപ്പെട്ടാൽ പോലും താഴ്വേരിൽ ഉറച്ചു നിൽക്കും. അല്ലാഹു റസൂൽ പറയാ, ഏത് പ്രതിസന്ധി വന്നാലും ഇത് റബ്ബ് എനിക്ക് തന്നതാ, അത് ഞാൻ ക്ഷമിച്ചേ മതിയാവൂ, സഹിച്ചേ മതിയാവൂ. ഒരു സംഭവം പറയാം, അത് അവസാനത്തേക്ക് വെച്ചതാണ്, ഈ സന്ദർഭത്തിൽ പറയാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് തൻ്റെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹ ആളുകളെ പറഞ്ഞേക്കാം, അല്ലാഹുവിൻ്റെ റസൂലിനോട് എത്രയും പെട്ടെന്ന് വരാൻ പറയണം, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണുള്ളത്, എൻ്റെ കുഞ്ഞ് രോഗം മൂർച്ഛിച്ചിട്ട് അത്യാസന്റെ നിലയിലാണുള്ളത്, അതുകൊണ്ട് വേഗം വരണം. റസൂൽ പറഞ്ഞു ക്ഷമിക്കാൻ പറയും, ഞാൻ കുറച്ച് തിരക്കിലാണ്, പരാതിയൊന്നും പറഞ്ഞില്ല. റസൂലിനെ പഠിച്ചവരാവർ, റസൂലിൻ്റെ മക്കൾ അങ്ങനെയാ, റസൂലിനെ പഠിച്ചു. ഞാനും നിങ്ങളൊക്കെ ഇടത്തേ കൈ നെഞ്ചത്ത് വെച്ചിട്ട് ചോദിക്കണം, എൻ്റെ മക്കൾ എന്നെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്, നമ്മുടെ മക്കൾ നമ്മളെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നമ്മുടെ മുഖം തിരിച്ചറിഞ്ഞിട്ട് ബാപ്പാനെ തിരിച്ചറിയാൻ പറ്റുന്ന മക്കളുണ്ടോ നമുക്ക്? ബാപ്പാനെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മക്കളില്ല എങ്കിൽ അതാണ് ജീവിതത്തിലെ പരാജയം. മക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട് ബാപ്പാർക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭർത്താവിനെ കണ്ടിട്ട് ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ, ഭാര്യയെ കണ്ടിട്ട് ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നവർ. അതുകൊണ്ട് സൈനബിന് മനസ്സിലായി, എൻ്റെ ഒപ്പം തിരക്കുള്ളവനാ, ഇനി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണത്, ബാപ്പ ക്ഷീണിച്ച് കിടക്കുക, രോഗിയാണ്, മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഭക്ഷണത്തിന് പോലും നിർബന്ധിക്കാൻ പാടില്ല. വലിയ വലിയ ഔലിയാക്കളുടെ ദർജ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്ന, കപ്പലോടിക്കുന്ന, മുദബ്ബിറുൽ-ആലം എന്നൊക്കെ പറഞ്ഞാൽ അതിലേക്ക് വലിയ ഔലിയാക്കൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട 3 ഔലിയാക്കളിൽ ഒരാൾ റബ്ബിനോട് വസീല തേടുക എന്നല്ലേ. തവസ്സുലും ഇസ്തിഗാസയും തിരിച്ചറിയാത്തൊരു മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ആരെങ്കിലും ജാറത്തി പോകാനല്ല, മരിച്ചവരോട് പ്രാർത്ഥിക്കാനല്ല, മറിച്ച് ഞാൻ ചെയ്ത ഒരു അമൽ വെച്ചിട്ട് പടച്ചവനോട് ദുആ ചെയ്യാൻ ആ ഔലിയ കാണിച്ച ഒരു മാതൃക എന്താണെന്നറിയോ? പ്രായമായ മാതാപിതാക്കൾക്ക് പാല് കൊടുത്തിട്ടല്ലാതെ, ആഹാരം കൊടുത്തിട്ടല്ലാതെ ഉറങ്ങാത്ത ഞാനാ. പക്ഷെ അന്ന് പുല്ലരിയാൻ വേണ്ടി പോയപ്പോൾ നേരം വൈകി, മാതാപിതാക്കൾ ഉറങ്ങിപ്പോയി. അവരെ പോയി തട്ടി വിളിച്ചില്ല, മുട്ടി വിളിച്ചില്ല. കാരണം ബാക്കിയൊക്കെ ഉണ്ടാക്കാൻ മക്കൾക്ക് കഴിയും, മരുന്ന് വാങ്ങാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ, വസ്ത്രം വാങ്ങാൻ. ഒരു നേരം ഉറങ്ങാത്തുപ്പാനെ ഉറക്കാൻ ഒരു മകനും മകൾക്കും കഴിയില്ല, മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരുന്നുകളോ കൊടുത്തിട്ടല്ലാതെ. ലഹരിയല്ലാട്ടോ മയക്കുമരുന്ന്, അങ്ങനെ ഒരു വിശദീകരണം നൽകണ്ട. സ്ലീപ്പിംഗ് പിൽസ് ഉണ്ടല്ലോ, ബോഡിയെ തളർത്തി കളയില്ല, അല്ല ഉറക്കുകൂടിയൊന്നുമല്ലത്.
അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിയപ്പോൾ ഞാൻ അവരെ ശല്യപ്പെടുത്താതെ അവിടെ കാവൽ നിന്നു. എൻ്റെ ഭാര്യ വിശന്നിട്ട് വയ്യാനിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. മക്കൾ തളർന്നിട്ട് എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ എൻ്റെ പശുവിനെ കറന്ന പാലുമായിട്ട് അവിടെ നിന്ന് മക്കൾക്കോ ഭാര്യക്കോ കൊടുക്കുന്നതിന് മുമ്പ് ഉപ്പാക്ക് കൊടുക്കുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. അതാ മകൻ, അതാ മകള്. നമ്മളോ ഭാര്യക്കും മക്കൾക്കും മറ്റുള്ളവർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും കൊടുത്താലും സ്വന്തം തന്തക്കും തള്ളക്കും കൊടുക്കാനുള്ളത് എന്താണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതറിയിക്കുന്നൊരു മക്കളും നമുക്കുണ്ടാകണം. നമ്മൾ അങ്ങനെയാകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഔലിയ പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക, അള്ളാഹുവേ, ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയൊക്കെ കഷ്ടപ്പെടുത്തിയിട്ടും പാൽപാത്രവുമായിട്ടും മാൻഡിപ്പാൻ്റെയൊക്കെ ഉറക്കുമുറിയുടെ അടുത്ത് അവരെ വിളിച്ചുണർത്താതെ നിന്നതൊരു സൽക്കർമ്മമാണെങ്കിൽ ഞാൻ അകപ്പെട്ട ഈ പാറക്കല്ല് ഗുഹാമുഖത്ത് നിന്നും നീക്കി തന്ന് എന്നെ രക്ഷപ്പെടുത്തണേ. പാറക്കല്ല് നീങ്ങി എന്നുള്ളതാണ്. പൂർണ്ണമായി കടക്കാൻ കഴിയാത്തതുകൊണ്ട് ബാക്കി രണ്ടുപേരുടെ കൂടി തവസ്സുൽ അള്ളാഹു സ്വീകരിച്ചിട്ടാണ് അവിടുന്ന് കടത്തിയത്. സാന്ദർഭികമായി ആ ഭാഗം നിർത്തുക. സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി, എൻ്റെ ഒപ്പം തിരക്കുള്ളവനാ, ശല്യപ്പെടുത്താൻ പാടില്ല. പോയ ആൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ക്ഷമിക്കണം. 2ഉം 3ഉം പ്രാവശ്യം ആളുകളെ തിരിച്ചയച്ചു. 3ാമത്തെ പ്രാവശ്യം പറഞ്ഞു, ഇനി വന്നിട്ടില്ലെങ്കിൽ പ്രയാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി, തന്നെ മനസ്സിലാക്കുന്ന മക്കൾ ഒരിക്കലും 2ഉം 3ഉം പ്രാവശ്യം തന്നെ ബുദ്ധിമുട്ടിക്കൂലെന്ന്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പാടാ. ഖുതുബ സുദീർഘമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പാടാ. 1ഓ 2ഓ പ്രാവശ്യം, അതെങ്ങാനും 3ാമത്തെ പ്രാവശ്യത്തിലേക്ക് എത്തിയാൽ മനസ്സിലാക്കണം, മക്കളും മാതാപിതാക്കളും കുടുംബമൊക്കെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഉപ്പ നിർബന്ധിക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഭർത്താവ് പറയുന്നത് എങ്കിൽ അത് ചെയ്യരുത് എന്നുള്ളത്. 1ഓ 2ഓ 3ഓ പ്രാവശ്യം ആവർത്തിക്കാം ഒരു കാര്യം എന്നുള്ളത്. 3ൽ കൂടുതൽ പ്രാവശ്യം ഇനി പറയരുത് എന്നുള്ളതും മനസ്സിലായില്ലേ? വിലകടരുത്. അന്തസ്സും അഭിമാനമുള്ള ഒരുത്തൻ 3 പ്രാവശ്യം പറഞ്ഞ് ഭാര്യ അനുസരിക്കുന്നില്ല എങ്കിൽ, ഭർത്താവ് കേൾക്കുന്നില്ല എങ്കിൽ, മക്കൾ അനുസരിക്കുന്നില്ല എങ്കിൽ 4ാമത്തെ പ്രാവശ്യം പറഞ്ഞ് നാണം കടരുത്. ഇസ്സത്ത് മുറുകെ പിടിക്കണം മരിക്കുന്നത് വരെ. ഇനി പറയില്ല എന്നാണ് തീരുമാനിക്കാം. ഓടി വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനബ് റളിയല്ലാഹു അൻഹ കുട്ടീനെടുത്ത് റസൂലുള്ളാഹിൻ്റെ കയ്യിലേക്കാണ് കൊടുത്തു. റസൂലുള്ള ചമ്രം പടിഞ്ഞു മടിയിൽ ഇരുത്തിയ ആ കുട്ടി ഒന്നേ വിറച്ചുള്ളൂ. ആ കുട്ടിയുടെ ജീവൻ റസൂലുള്ളാഹിൻ്റെ മടിയിൽ കിടന്ന് നഷ്ടപ്പെട്ടു പോയി. റസൂൽ തലങ്ങനെ കുമ്പിട്ടു. സഹാബത്ത് ഇങ്ങനെ 4 ഭാഗം നിൽക്കുക. ആ മയ്യത്തിൻ്റെ മേത്തേക്ക്, കുട്ടിയുടെ മേത്തേക്ക് റസൂലുള്ളാഹിൻ്റെ കണ്ണീരിൻ്റെ തുള്ളികൾ ഇങ്ങനെ ഇറ്റി വീഴാൻ തുടങ്ങി. പിന്നെ സഹാബത്തിനെ തട്ടി വിളിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ കരയേ. അവരുടെ ധാരണ റസൂലുള്ളാഹിക്ക് കരയാൻ പാടില്ല. അതൊന്നും കുറേ ആൾക്കാർ വിശ്വസിക്കുന്നില്ലേ? അതൊന്നും മനുഷ്യനല്ലാത്തതുകൊണ്ടല്ല, മനുഷ്യനായതുകൊണ്ടാണ് കരഞ്ഞത്, മനുഷ്യനായതുകൊണ്ടാണ് ചിരിച്ചത്. നമ്മളെപ്പോലെ വികാരവും വിചാരവുമുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ചിരിക്കാനും കരയാനുള്ള വികാരം. അതൊരു മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാ, മലക്കിനില്ലാതെ. പ്രവാചകൻ കരഞ്ഞില്ലേ തൻ്റെ എളാപ്പ മരിച്ചപ്പോൾ, ഭാര്യ മരിച്ചപ്പോൾ? ഇതാ പേരക്കുട്ടി മടിയിൽ കിടന്ന് മരിച്ചപ്പം പ്രവാചകൻ കരയാം. അവർ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞത് ഹാദിഹി റഹ്മത്തുൻ, ഇത് കാരുണ്യമാണ്. ജഅലഹുല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി റഹമാ, അവൻ അവൻ്റെ ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് നൽകുന്ന കാരുണ്യത്തിൻ്റെ ഒരു ലേപനമാണ് കണ്ണീര്. അത് ചപലതയല്ല. ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അത്തരമൊരു പ്രതികൂലമായ സാഹചര്യം കടന്നു പോവുകയുണ്ടായി. അതുകൊണ്ട് പൊരുത്തപ്പെടാനാവാത്തത് റബ്ബിൻ്റെ മുൻപിൽ പറയാൻ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ പോലും ഉപകരിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭത്തിൽ റസൂൽ അതിന് ഉപകരിപ്പിച്ച ഒരു വാക്ക് ഇതെൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. പ്രതികൂലമായി പറയരുത്. കാറ്റും കോളും വന്നാൽ കപ്പിത്താൻ, കുണ്ടും കുഴിയും ഉണ്ടായാൽ ഡ്രൈവർ, മഞ്ഞും മേഘവും ഉണ്ടായാൽ പൈലറ്റ്, ക്രൂ, മഴയും കാറ്റുമുണ്ടായാൽ ഞാനും നിങ്ങളൊക്കെ കോടയൊന്ന് ചെരിച്ചു പിടിക്കും. അതൊരു ജാഗ്രതയാണ്. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായാൽ കാണിക്കേണ്ട ഒരു ജാഗ്രത കാണിച്ചേ മതിയാകൂ എന്നുള്ളത്. അതിൻ്റെ അറബി പേരാണ് അസ്സബർ എന്നുള്ളത്. അത് നിർവികാരതയല്ല, തന്മയത്വവും സമചിത്തതയും
പക്വതയും തൻ്റെ ഇടവുമാണ്. നമുക്കറിയാമല്ലോ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ അധ്യായം അദ്ദേഹത്തിൻ്റെ പൊന്നുമകൻ്റെ പേരിലാണ്. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അജ്മലുൽ ബഷർ എന്നാണ് അറിയപ്പെടുക. ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ, സൗകര്യമുള്ള മനുഷ്യൻ, സൗരഭ്യമുള്ള മനുഷ്യൻ. പക്ഷേ അത് 2 ഭാര്യമാരുള്ള മക്കളായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് അത്രേ ചരിത്രകാരന്മാർ പറയുന്നു. യൂസഫിൻ്റെയും ബിനിയാമിൻ്റെയും കാര്യത്തിൽ ആദ്യ ഭാര്യയിലുള്ള മക്കൾക്ക് ചില അസൂയകളുണ്ടായി. അതൊരു പക തീർത്തതും കൊണ്ടുപോയി വിജനമായൊരു കാട്ടിൽ കിണറ്റിൽ ഉപേക്ഷിച്ചതിന് ശേഷം കൊണ്ടുപോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഉപ്പ നിങ്ങൾ കൊണ്ടുപോയാൽ ചെന്നായി പിടിക്കും. അവരാ പദത്തുമ്മ പിടിച്ചു. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, എവിടെയെങ്കിലും ലോ പോയിന്റ് ഉണ്ടെങ്കിൽ അതുമ്മ തൂങ്ങും. കുറേ കള്ളച്ചോരയുമായിട്ട് അത് കുപ്പായത്തിൽ പുരട്ടി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, എന്നിട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ യൂസുഫിനെ ചെന്നായി പിടിച്ചു, കുപ്പായം മാത്രമാണ് കിട്ടിയത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൽ എന്തോ ചിലത് എനിക്ക് ദഹിക്കാതെ പോകുന്നു. അതുകൊണ്ട് ഫസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ ഭംഗിയായി ക്ഷമിക്കുകയാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, സബർ എന്ന് പറഞ്ഞാൽ നിർവികാരതയല്ല. ഒരലങ്കാരത്തോടു കൂടി ഭംഗിയോടുകൂടി ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ ഒരൽപ്പം തഖ്വ അനിവാര്യമാണ്. അതിനാണ് തവക്കുൽ എന്ന് പറയാം, കേവലം തവക്കുലല്ല. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പറയുന്നതായി 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 86-ാമത്തെ ആയത്തിൽ കാണാൻ പറ്റും, ഇന്നമാ അഷ്കു ബത്തി വഹിസ്നി ഇലല്ലാഹ്. ഞാൻ എൻ്റെ ആവലാതിയും വേവലാതിയും വ്യസനവുമൊക്കെ അള്ളാഹുവിനോട് മാത്രം ബോധ്യപ്പെടുത്തുന്നു. അവിടെയാണ് മുസ്ലിം എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ, എൻ്റെ സകലമായ കാര്യങ്ങളും റബ്ബിൽ ഏൽപ്പിച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, 2 പ്രാവശ്യം ഒരേ അനുഭവമുണ്ടായി. കരഞ്ഞിട്ട് കണ്ണീര് തൂകിയിട്ട് കണ്ണിൻ്റെ കറുത്ത ഭാഗത്തെ കൃഷ്ണമണി വെളുത്തുപോയി എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പിന്നീട് ദീർഘകാലത്തെ കരച്ചിലിനൊടുവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ 2 മക്കളെയും തിരിച്ചു നൽകിയപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തുവിട്ടതും മുൻപ് കൊടുത്തുവിട്ട അതേ കുപ്പായം തന്നെ. പക്ഷെ അതായിരുന്നില്ല എന്ന് മാത്രം. അന്ന് കള്ളച്ചോരയായിരുന്നുവെങ്കിൽ പിന്നെ സത്യത്തിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള ചോരയില്ലാത്ത വിയർപ്പ് പറ്റുന്ന കുപ്പായം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് കൊടുത്തയച്ചു. തിരിച്ചറിഞ്ഞു, മണത്തറിഞ്ഞു. ഒന്നുകൂടി ചോദിക്കട്ടെ, നമ്മുടെ മക്കളിൽ ഏതെങ്കിലും ഒന്ന് ഒലിച്ചു വരുന്നൊരു മണലാരണ്യത്തിൽ അല്ലെങ്കിൽ മലയിടിഞ്ഞു വരുന്ന ഉരുൾപൊട്ടലിൽ സ്കൂൾ ബസ്സൊന്ന് തലതിരിഞ്ഞു മറിഞ്ഞു, മക്കളൊക്കെ കൂടി ചതഞ്ഞരിഞ്ഞു, പലതും പാർട്സ് പീസായിട്ടാണ് കിട്ടിയത്. ഉറ്റവരും ഉടയവരുമായ ആളുകൾ സഞ്ചരിക്കുന്ന പ്ലെയിൻ എവിടെയെങ്കിലും കത്തിയമർന്നു, അതിൽ നിന്ന് അവശിഷ്ടം കിട്ടിയപ്പോൾ കുറേ കുപ്പായത്തിൻ്റെ തുണിക്കഷ്ണങ്ങളുണ്ട്. ഈ ഇരിക്കുന്നതിൽ ഞാൻ അടക്കമുള്ളവർ ഏതെങ്കിലും ഒരാൾ അത് എൻ്റെ ആളുടെയാണ് എന്ന് വിയർപ്പിൻ്റെ ഗന്ധം തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു തുണിക്കഷ്ണത്തിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട്? എന്തേ അതിന് പറ്റാതെ പോയത്? നമ്മുടെയൊക്കെ മക്കളുടെ ഇടയിൽ നമ്മൾ സ്കെയിൽ വെച്ചു. 10ഉം 13ഉം വയസ്സ് വരെ, 6ഉം 7ഉം വയസ്സ് വരെയൊക്കെ ഉമ്മ കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിരുന്ന നമ്മൾ 13 വയസ്സായപ്പോൾ ഉമ്മ സ്കെയിലെടുത്ത് കൊടുത്തിട്ട് വാപ്പാനോട് പറഞ്ഞു, ഇനി പഴയതുപോലെ കളിക്കല്ലോ, മോള് വലുതായിട്ടുണ്ട് എന്നുള്ളത്. മോള് വലുതായിട്ടില്ല. എത്ര വലുതായാലും ഉപ്പാക്ക് മോള് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോയി തിരിച്ചു വന്നാലും ഉപ്പയുടെ കയ്യിൽ അമൂല്യമായൊരു സമ്മാനമുണ്ടാകും. അതാ നാട്ടിലെ സ്വർണത്തിൻ്റെ വളയല്ല, കാതിലെ കമ്മലല്ല, ധരിക്കുന്ന വസ്ത്രമല്ല, മറിച്ച് മൂർത്താവിൽ കൊടുക്കാനുള്ളൊരു ഉമ്മയായിരുന്നു. ഫാത്തിമ ബീക്കുണ്ടായിരുന്നു 2 മക്കൾ, ഭർത്താവ്, നാട്ടുകാർ മുഴുവൻ, ആ ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളും കാണെ സ്വന്തം മോൾക്ക് പരസ്യമായി ഉമ്മ കൊടുക്കാൻ പറ്റിയ ലോകത്തിലൊരു പിതാവുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിയാണ്. നമുക്ക് നഷ്ടപ്പെട്ടതും അവിടെയാണ്. അതുകൊണ്ട് രഹസ്യമായി ആരെങ്കിലും ഉമ്മ കൊടുക്കാൻ തയ്യാറായാൽ അവനവൻ്റെ 18 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ആ ഉമ്മ കൊടുക്കാൻ തയ്യാറായവൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ അതിൻ്റെ ഉത്തരവാദി ആരാ?
16 വയസ്സുള്ള അവനവന്റെ പ്രായപൂർത്തിയായ മകൻ അങ്ങാടിയിൽ നിന്ന് ഏതോ ഒരു മനുഷ്യൻ കൊടുത്ത മിഠായി വാങ്ങി തിന്ന് ശീലിച്ച ലഹരി ഉപയോഗം വർദ്ധിച്ചു വന്ന് അവസാനം ലഹരിക്ക് അടിമയായി പോയെങ്കിൽ ആരാണ് ഉത്തരവാദി? ഞാനാണ് എൻ്റെ മകൻ നശിച്ചാൽ ഉത്തരവാദി. കാരണം അവൻ്റെയും എൻ്റെയും ഇടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാകും. അവനെ ചേർത്തിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തത് ചിലപ്പോൾ 3-ാമത്തെ വയസ്സിൽ നഴ്സറിയിൽ കൊണ്ടാക്കുമ്പോഴാണ്, അതിന് ശേഷമില്ല. ഞാൻ അവസാനിപ്പിക്കാം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണ് രോഗ വിദഗ്ധൻ പടച്ചോൻ കാഴ്ച കൊടുത്തത് ആ വിയർപ്പിന്റെ അംശം പറ്റിയ കുപ്പായം തിരിച്ചറിഞ്ഞിട്ടാണ്. അവിടെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷണങ്ങൾ തളർന്നില്ല എന്നുള്ളത് തിരിച്ചറിവുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് ക്ഷമ സബറൻ ജമീൽ ആയി തീരാൻ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉദാത്തമായ ഉത്തമമായ ഒരു മാതൃകയാണ്. ആ മാതൃക സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും പ്രതിസന്ധികളിൽ ഉപകാരവും ഉത്തമമായ സബറും ഉണ്ടായിത്തീരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ثانيا بتقوى الله. സഹോദരങ്ങൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ ആമുഖമായി കേൾപ്പിച്ച ചില ആയത്തുകളുടെ മാത്രം സാരം കേൾപ്പിച്ച് അവസാനിപ്പിക്കാം. പരിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ സൂറത്ത് മഅാരിജിലെ 19 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. ഓർമ്മയുള്ള, കഴിയുന്ന, അതിന് സാവകാശവും സൗകര്യം കിട്ടുന്ന ആളുകളൊക്കെ വീട്ടിൽ പോയിട്ട് ആ ഖുർആന്റെ തഫ്സീറുകളോ തർജുമാൻ ഖുർആനൊക്കെ എടുത്ത് മറിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, മനുഷ്യൻ അല്ലാഹു പടച്ചത് അക്ഷമനായിട്ടാണ്, ക്ഷമയില്ലാത്തവനായിക്കൊണ്ടാണ്. ഇതാ മസ്സഹു ശർറു ജസൂഅ, ഏതെങ്കിലും ഒരു തിന്മ ബാധിച്ചാൽ അവൻ ആ ക്ഷമകേട് പുറത്തെടുക്കും. ഇതാ മസ്സഹുൽ ഖൈറു മനൂഅ, എന്തെങ്കിലും ഒരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വന്തം അധ്വാനത്തിന്റെ ഫലമായി, വിദ്യാഭ്യാസ യോഗ്യതയുടെ മാനദണ്ഡമായി, ജോലിയുടെ ശമ്പളമായി, അവനവന്റെ കഴിവായി ചിത്രീകരിച്ച് തടയപ്പെടുകയും അത് അവനാൻ്റെതാണ് എന്ന് പറയുന്ന സെൽഫിയായി മാറുകയും ചെയ്യും. എന്നിട്ട് പറഞ്ഞു അല്ലാഹു ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴികെ, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവർ അവരുടെ നിസ്കാരത്തിൽ നിത്യനിഷ്ഠയുള്ള ആളുകളായിരുന്നു. സഹോദരന്മാരെ, ആദ്യം പറഞ്ഞത് പരീക്ഷണങ്ങളിൽ പതറുന്ന ആളുകളാണെങ്കിൽ പിന്നീട് പറഞ്ഞത് പതറാത്ത ആളുകളെയാണ്. എന്താ പതറാതിരിക്കാനുള്ള കാരണം? നിസ്കാരമാണ്. അതിലെ നിത്യനിഷ്ഠയും കൃത്യനിഷ്ഠയും ഒക്കെ. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറില്ല, ഞാൻ നിസ്കരിക്കാറുണ്ടല്ലോ എന്നിട്ട് എന്താ? നമ്മളെ കുടുംബത്തിലെല്ലാവരും നിസ്കരിക്കാറുണ്ടല്ലോ എന്നിട്ട് എന്താ? നിസ്കാരം ശരിയാവാത്തത് കൊണ്ടാണോ? അല്ല. ഫർള് നമസ്കരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കതിന് ചില സമയബന്ധിതമായ ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യേണ്ടി വരും. ഒന്നുകിൽ പിന്നിലുള്ള രോഗികളുണ്ടാവും, മറ്റു പ്രയാസപ്പെടുന്നവരുണ്ടാവും ഒക്കെ. അതുകൊണ്ട് ആ ഫർള് നമസ്കാരത്തിൽ അല്ലെങ്കിൽ ഇമാം എത്രയാണോ റുക്കോയിലും സുജൂദിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത്രേ പാലിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സുന്നത്ത് നമസ്കാരം നമുക്കൊക്കെ ഏതോ ഒരു ശൈത്വാൻ പറഞ്ഞു തന്നതുപോലെയാ ചില ആൾക്കാരെ കാട്ടിക്കൂട്ടല്. അതിന്റെ പ്രാരംഭത്തിലുള്ള വജ്ജഹത്തു എന്നാണ് പറയാ, അതൊന്നും വേണ്ട, ഫാത്തിഹ മാത്രം മതി, റുക്കോവും സുജൂദൊക്കെ സ്വിച്ചിട്ടാൻ വരുന്നത് പോലെ മതി, കാട്ടിക്കൂട്ടി താക്കോലും കൂട്ടും ചാവിയിട്ട് ഓടിയാൽ മതി. ഇല്ല സഹോദരന്മാര്, ഫർള് കഴിഞ്ഞാൽ അവനവന്റെ ഭാരങ്ങൾ മുഴുവൻ ഇറക്കി വെക്കാനുള്ളതാണ് സുന്നത്ത്. അതിൽ റവാത്തിബുകൾ മാത്രമാണ് പള്ളിയിൽ നിസ്കരിക്കാനുള്ളത്. ബാക്കിയുള്ളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകത്ത് നിന്ന് അവനവന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞതാ. അത് നമ്മളിൽ നഷ്ടപ്പെട്ടു പോയി. ആ സുന്നത്ത് ഹൃദ്യമായി വൃത്തിയായി അടക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടി നിർവഹിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന ഒരു യോഗ്യതയാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ക്ഷമിക്കാനും സഹിക്കാനും പതറാതെ അടിയുറച്ചു നിൽക്കാനും കഴിയുന്ന ഒരു വലിയ തൻ്റെ ഇടം എന്നുള്ളത്. അതിന് പ്രത്യേക പരിശീലനമൊന്നും ആവശ്യമില്ല, ട്രെയിനിങ് ആവശ്യമില്ല, ഏതെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ല.
കൃത്യമായി റബ്ബിന്റെ മുൻപിൽ അത് പറയേണ്ടത് രൂപത്തിലാണ് പറഞ്ഞാൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഞാൻ നിങ്ങൾ നേടിയെടുത്താൽ വിജയിച്ചു. അത്തരം വിജയിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അവരാണ് വിജയിച്ചവർ. പിന്നെ പറഞ്ഞൊക്കെ എന്താ? നിസ്കാരവുമായി ബന്ധപ്പെട്ട അമലുകളുമായി ബന്ധപ്പെട്ടതാണ്. കൃത്യമായ വ്യക്തമായ ഇബാദത്തിന്റെ ഉടമകളായി മാറിയാൽ ഏത് കാറ്റിലും മഴയിലും കടപുഴങ്ങാത്ത വൃക്ഷം പോലെ പിടിച്ചു നിൽക്കാൻ ഒരു മുസ്ലിമിനും മുത്തഖിക്കും കഴിയും. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലുമുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ നാട്ടിൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസിയായ ഒരു സഹോദരൻ്റെ 12 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഏകദേശം 8ഓളം സർജറികൾ ഹാർട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇന്നും വളരെ സങ്കീർണമായൊരു സർജറിക്കാണ്. അതുകൊണ്ടാണ് മെമ്പറിൻ്റെ മുകളിൽ നിന്ന് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താതെ പോകാം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ സഹോദരൻ്റെ കുഞ്ഞിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കാനും ആ പ്രയാസം ശാശ്വതമായ പരിഹാരമുണ്ടാകാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ പല സഹോദരന്മാരും രോഗികളാണ്. എല്ലാ രോഗികൾക്കും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രായാധിക്യമുള്ള ആളുകളുണ്ട്, അവനവൻ്റെ ഇബാദത്തും ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താക്കത്തും ആഫിയത്തും നൽകി അല്ലാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീകളായി ജീവിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബാദികളെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തും പ്രയാസപ്പെടുന്ന അല്ലാഹുവിന്റെ അടിമകളായ ആളുകൾ, ദീനിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ, മുസ്ലിമായി പോയി എന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവർ, മർദ്ദിക്കപ്പെടുന്നവർ, പ്രത്യേകിച്ചും ഫലസ്തീനിലും ഗസയിലും ഒക്കെയുള്ള മുസ്ലിം സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും വിജയവും ശാശ്വതമായ അവരുടെ പ്രയാസങ്ങൾക്കുള്ള രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.